നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. എൻ ഡി എ തങ്ങളുടെ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ കക്ഷി നില വിപുലീകരിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ, അതായത് ജനാധിപത്യപരമായ രീതിയിൽ, അതായത് ഗതിയില്ലാത്തവരും അശരണരുമായ ആരും സംരക്ഷിക്കാനില്ലാത്ത എം പിമാരെയൊക്കെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. 56 വോട്ടാണ് ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്കുള്ളത്, അല്ലേ? CPM, CPI ഉണ്ട് 55, CPI ഉണ്ട്, JMM ഉണ്ട്, പിന്നെ RJD ഉണ്ട്, അല്ലേ? NDA വേറെ ഭാഗത്ത്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി JMM ആണ്. അതിൽ നിന്നത് JMMന്റെ സ്ഥാനാർത്ഥി നിന്നു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രണവ് ഝാ, പിന്നെ NDAയുടെ പരിമൾ നാഥ്വാനി. NDAയുടെ ശരിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥി, NDA പിന്തുണച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി. പക്ഷേ ഈ പരിമൾ നിത്വാനി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. പക്ഷേ മല്ലികാർജുൻ ഖാർഗെയുടെ വലം കൈയും AICC ഓഫീസ് സെക്രട്ടറി പിടിച്ച് രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നു, അല്ലെ? ഓഫീസ് സെക്രട്ടറിയെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം, അത് പക്ഷേ NDA അങ്ങ് പൊളിച്ചു കൊടുത്തു. അത് സത്യത്തിൽ NDA ആണോ പൊളിച്ചത്, അതോ ഇന്ത്യ മുന്നണി തന്നെയാണോ പൊളിച്ചത്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. നമുക്ക് പുറത്ത് ഔദ്യോഗികമായി പറയുമ്പോൾ NDA, നമുക്ക് വിശദമായിട്ട് സംസാരിച്ച് വരുമ്പോൾ മനസ്സിലാവും. പാര പണിത് ആരും വിശ്വസിക്കാത്ത, കേരളം പോലും ഞെട്ടുന്നൊരു കക്ഷിയാണ് അതിൽ പാര പണിത്. ഇന്ത്യ മുന്നണിക്കിട്ട് ആ കക്ഷി പാര പണിത് തുടങ്ങി. അതെ, ശരിക്കും എൻ്റെ വിശദാംശങ്ങൾ. അല്ലാതെ ഈ പിന്നെ BJPക്ക് 22, പിന്നെ NDAയിലെ മറ്റ് കക്ഷിക്ക് 2 ചേർത്ത് 24 സീറ്റാണ് അവിടെ ഉള്ളത്. ഒരു MP വിജയിപ്പിക്കണമെങ്കിൽ 28 വോട്ട് വേണം. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും NDA നിർത്തുന്ന സ്ഥാനാർത്ഥി അവിടെ ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ. 24 വോട്ടേ ഉള്ളൂ അവർക്ക്. നമുക്കറിയാം, ഈ ജാർഖണ്ഡ് ഭരിക്കുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയാണ്. ഹേമന്ത് സോറനാണ്, പഴയ ഷിബു സോറൻ്റെ മകൻ ഹേമന്ത് സോറനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഹേമന്ത് സോറനെതിരെ ഒരുപാട് അഴിമതിയും ഒരുപാട് കേസുകളും ഒക്കെ ഉണ്ട്, ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. ഇടയ്ക്ക് ഹേമന്ത് സോറൻ ജയിലിൽ പോയി. ഷിബു സോറനും അങ്ങനെയായിരുന്നു, ജയിലിൽ കിടന്നുകൊണ്ട് ഭരിച്ചതാണ്. അപ്പോൾ അതൊന്നും ഇപ്പം നടക്കില്ല. അതൊക്കെ പണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ, കേന്ദ്രം ഭരിക്കുമ്പോൾ ഈ ജയിലിൽ കിടന്ന് ഒരാളിന് മുഖ്യമന്ത്രിയാകാമായിരുന്നു. ഇപ്പോഴതൊന്നും നടക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊന്നും സമ്മതിക്കില്ല. രാജ്യത്തെ നിയമവ്യവസ്ഥ അതിന് സമ്മതിക്കില്ല. ശക്തമായ കർശനമായ നടപടി ഉണ്ടാകും ഇവിടെ. അപ്പോൾ അതായത് ഒരു ഗവർണറും അത് അനുവദിക്കില്ല ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഈ ഹേമന്ത് സോറൻ ജയിലിലായിരുന്ന സമയത്ത് മറ്റൊരാൾ മുഖ്യമന്ത്രിയായിരുന്നു. അതങ്ങനെ കുറച്ച് നാൾ പോയി, തിരിച്ചു വന്നപ്പോൾ ഹേമന്ത് സോറൻ വീണ്ടും അവിടെ മുഖ്യമന്ത്രിയായി. ഇടയ്ക്ക് അയാളുടെ ഭാര്യയെ കൊണ്ടുവരാൻ ഒരു നീക്കം നടന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ നടന്നൊരു സ്ഥലമാണ് ഈ ജാർഖണ്ഡ്. നമുക്കറിയാം, ഒരു ആദിവാസി മേഖലയാണ്. ഈ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ് ഈ ഹേമന്ത് സോറൻ. അവിടെ വലിയ രീതിയിൽ മതപരിവർത്തനമൊക്കെ നടക്കുന്നു, മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. വലിയ രീതിയിൽ ഹിന്ദു സംഘടനകൾ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സത്യത്തിൽ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. നേരത്തെ ഇത് ഛത്തീസ്ഗഡിലായിരുന്നു. ഛത്തീസ്ഗഡിൽ നമുക്കറിയാം, അവിടെ മാവോയിസ്റ്റ് വലിയ രീതിയിൽ വലിയ ആക്രമണങ്ങൾ നടത്തി കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ വരെ അവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇവർ. അങ്ങനെ ഒരു സംസ്ഥാനമായിരുന്നു ഛത്തീസ്ഗഡ്. ഈ ജാർഖണ്ഡും വ്യത്യസ്തമൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ മാവോയിസ്റ്റുകൾക്കും CPI MLനും ഒക്കെ സ്വാധീനമുണ്ട് അവിടെ. അപ്പോൾ അവർക്കും 2 MLAമാരുണ്ട്, CPI ML. ഞാൻ മനസ്സിലാക്കുന്നത് അതെ, അവരും കൂടെ ചേർന്നിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടി ഒരു വശത്ത്, CPI ML എന്ന് പറയുന്ന ഒരു ദേശവിരുദ്ധ പാർട്ടി വേറൊരു വശത്ത്, അല്ലേ? ഇന്ത്യയെ പല കഷ്ണങ്ങളായിട്ട് ചിന്നിച്ചെതറിക്കണം, ഒരു ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം തന്നെ വിഡ്ഢിത്തമാണ് എന്നൊക്കെ വാദിക്കുന്ന ഈ പറഞ്ഞ പഴയ ആ നക്സൽബാരി കമ്മ്യൂണിസം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആധുനിക രൂപമാണ് CPI ML. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് മുള്ള്, മുരുക്ക്, മൂർഖൻ പാമ്പ്, സകല വിഷജന്തുക്കളും ഉള്ള രീതിയിലാണ് എന്ന് പറയേണ്ടി വരും നമുക്ക്. അപ്പോൾ അവിടെ ഈ ഇലക്ഷൻ സമയത്ത് ഈ പറഞ്ഞതുപോലെ മല്ലികാർജുന ഖാർഗെയുടെ ഓഫീസ് സെക്രട്ടറി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ജയിപ്പിച്ചു. രണ്ടാമതൊരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനാണ് ഈ പറഞ്ഞതുപോലൊരു ശ്രമം നടന്നത്. അത്
പൊളിഞ്ഞു. പൊളിഞ്ഞുപോയി. അതെ. എങ്ങനെ എന്ന് ചോദിച്ചാൽ 20 വോട്ടേ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയുള്ളൂ. അതേസമയം ഈ NDA സ്വതന്ത്രന് കൃത്യമായി കിട്ടേണ്ട വോട്ടുകൾ കിട്ടി. അദ്ദേഹം 3 വോട്ട് അസാധുവായി. 3 വോട്ട് അസാധു. 3 വോട്ടിൽ 2 വോട്ട് CPI-MLന്റേത് NDA മുന്നണിക്ക് കിട്ടി. കൃത്യമായിട്ട് കിട്ടി. ഇനി ഒരാളും കൂടി CPI-MLന്റെ വോട്ടാണോ കിട്ടിയതെന്ന് നമുക്ക് പറയാം. രഹസ്യ വോട്ടിംഗ് നടന്നു. ക്രോസ് വോട്ടിംഗ് നടന്നു. ഒരു വോട്ട് RJD. RJDയുടെ വോട്ടുണ്ട്, CPI-MLന്റെ വോട്ടുണ്ട്, കോൺഗ്രസിന്റെ തന്നെ വോട്ടുണ്ട്. അതിന്റെ അർത്ഥം 2 CPI-MLന്റെ 2 MLA-മാരും RJDയുടെ 1 MLA-യും അല്ല, 3 വോട്ടുകൾ അസാധുവായി. ഇപ്പുറത്ത് 24 എന്നുള്ളത് 28 എത്താൻ 4 വോട്ടുകൾ ഇപ്പുറത്തോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ ക്രോസ് വോട്ടിംഗ് ആണെങ്കിൽ രഹസ്യ ബാലറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന കക്ഷിയാണെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആരുടെ ആകാം, ഇതിൽ ഏത് MLA വേണമെങ്കിലും, അല്ലെങ്കിൽ RJDയോ കോൺഗ്രസോ. കോൺഗ്രസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കോൺഗ്രസ് അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? നമുക്കറിയാമല്ലോ, കർണാടകയിൽ BJPക്ക് 44 കക്ഷികൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ഇന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, അന്ന് എനിക്ക് തോന്നുന്നു 2012 മറ്റോ ആണെന്ന് തോന്നുന്നു, ഞാൻ വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, കർണാടകയിൽ നിന്ന് ജയിച്ചു. 47 വോട്ട് വേണം ജയിക്കണമെങ്കിൽ. കർണാടകയിൽ ഒരു രാജ്യസഭാ MPക്ക് 47 വോട്ട് കിട്ടിയാലേ ജയിക്കുകയുള്ളൂ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ 44 വോട്ട് മാത്രം ഉണ്ടായിരുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും അവിടെ ജയിക്കുകയും ചെയ്തു. അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു വശത്ത് കോൺഗ്രസ്, ഒരു വശത്ത് JDUവും, ഒരു വശത്ത് BJPയുമാണ്. അന്ന് ആരുടെ വോട്ട് കിട്ടിയെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയിരിക്കാം, JDUവിന്റെ, എനിക്ക് തോന്നുന്നു അന്ന് JDU നിർത്തിയ സ്ഥാനാർത്ഥി തോറ്റുപോയി. കോൺഗ്രസ് വ്യക്തമായി ആരോപിക്കുന്നുണ്ട് ഇത് CPI-MLും RJDയും ചേർന്ന് പാലം വലിച്ചതാണ്. അത് ഒരു ക്രോസ് വോട്ടിംഗ് ഒരു പരസ്യമായിട്ട് അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ കോൺഗ്രസിന്റെ ആരോപണത്തെ വെറും ആരോപണമായിട്ട് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് രഹസ്യ ബാലറ്റ് ആയതുകൊണ്ട്. ഇനി ഞാൻ മറ്റൊരു ഇത് പറയട്ടെ. BJP കൃത്യമായിട്ട് BJPയുടെ വോട്ടുകളൊക്കെ പിടിച്ചു. ഇനി ഈ പറഞ്ഞതുപോലെ നമുക്ക് മറ്റൊരു സാഹചര്യം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. മധ്യപ്രദേശിൽ നിന്ന് മീനാക്ഷി നടരാജൻ പത്രിക കൊടുത്തു അല്ലേ? അവിടെ ദിഗ്വിജയ് സിംഗിനും ഒരു ടേം കൂടെ കൊടുക്കാതെ ദിഗ്വിജയ് സിംഗിനെ വെട്ടിയിട്ട് ആണ് മീനാക്ഷിക്ക് ചാൻസ് കൊടുത്തത്. ഈ ദിഗ്വിജയ് സിംഗ് കോൺഗ്രസിനുള്ളിൽ തന്നെ അറിയപ്പെടുന്നത് ശകുനി മാമ എന്നാണ്. എന്നുവെച്ചാൽ എങ്ങനെയാണോ സ്വന്തം അനന്തരവന്മാരെ കുരുതി കൊടുത്ത് കുരുവംശത്തെ ഇല്ലാതാക്കിയത് ശകുനി, അതുപോലെയാണ് ദിഗ്വിജയ് സിംഗ് കോൺഗ്രസിനെ കുരുതി കൊടുത്ത്, കോൺഗ്രസിൻ്റെ നേതാക്കളെ കുരുതി കൊടുത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹത്തെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും. വേറൊരു മണിശങ്കർ അയ്യറാണ് ദിഗ്വിജയ് സിംഗ്. എന്താ അവിടെ സംഭവിച്ചത്? മീനാക്ഷി നടരാജൻ ഇങ്ങനൊരു കേസുണ്ടെന്നും അത് തെലങ്കാനയിൽ നിന്ന്, തെലങ്കാന ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്, അവിടുന്ന് സമൻസ് ഉണ്ടെന്നും ആ നോട്ടീസ് ഇവർ ഒളിച്ചു വച്ചിട്ട് ആ നോട്ടീസിൻ്റെ വിശദാംശങ്ങൾ ഈ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചില്ല എന്നുമുള്ള വിവരം പുറത്തു വന്നത്. എന്തായാലും BJPക്കാർക്ക് ഇത് ശൂന്യതയെന്ന് ഈ വാർത്ത കിട്ടില്ലല്ലോ. ഇത് കോൺഗ്രസ്സുകാർ തന്നെ കൊടുത്തതായിരിക്കും അല്ലേ? അപ്പോൾ കോൺഗ്രസ് ഇതൊക്കെ ചെയ്യും. കോൺഗ്രസ് അത്രയേറെ തൊഴുത്തിൽ കുത്തും, പാലം വലിയും, കാലുവാരലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ നേരെ ചൊവ്വയെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്കോ സോണിയയ്ക്കോ ഒന്നും പറ്റുന്നില്ല. അവർ പറഞ്ഞാലൊന്നും. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകട്ടെ എന്നായിരുന്നല്ലോ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. ഒടുവിൽ എന്തായി? അത് വിഴുങ്ങേണ്ടി വന്നില്ലേ കോൺഗ്രസ് ഹൈക്കമാൻഡിന്? അപ്പോൾ ബലം ആർക്കാണ്? ഹൈക്കമാൻഡിനാണോ കേരളത്തിലെ മുസ്ലിം ലീഗിനാണോ? കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പിടിച്ച പിടിയായിരുന്നല്ലോ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളത്. അത് ഇപ്പോൾ ഭരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം അല്ല, അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അതിനെല്ലാം മറുപടി പറയേണ്ടി വരും, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൈക്കമാൻഡിന് എന്ത് ചെയ്യാൻ പറ്റി? ഹൈക്കമാൻഡിൻ്റെ കരുത്ത് കാണിച്ചോ അതോ ഹൈക്കമാൻഡിൻ്റെ ദൗർബല്യം പുറത്തു വന്നോ? ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു പിടിപ്പും ഇല്ലാത്ത, യാതൊരു ബലവുമില്ലാത്ത, താഴെ തട്ടിൽ അണികളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു നേതൃത്വമാണ് എന്ന് വ്യക്തമായില്ലേ?
അവിടെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിന്റെയും വി ഡി സതീശന്റെയും പിടിയല്ലേ വിജയിച്ചത്, അവരുടെ സ്റ്റാൻഡല്ലേ ജയിച്ചത്. അല്ല, അതുകൊണ്ട് ഇപ്പം മാന്യമായ സർക്കാർ കേരളത്തിലുണ്ടെന്ന് ജനത്തിന് അഭിമാനപ്പെടാം. അത് മറ്റൊരു കാര്യം. അത് തുടക്കത്തിലാണെങ്കിലും തുടക്കത്തിൽ കല്ല് കടിക്കുന്നില്ല. അല്ലല്ല, തുടക്കത്തിൽ കല്ലുകടിയെന്നും നമ്മളിപ്പോൾ ഈ ബാലാരിഷ്ടതയുള്ള ഒരു സർക്കാരിനെ കുറിച്ച് അതൊക്കെ പറയുന്നത് തന്നെ തെറ്റാണ്. ഒരു മാന്യമായ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നു. 1 മാസം തികഞ്ഞിരിക്കുന്നു. ഈ 1 മാസത്തിനിടയ്ക്ക് സാധാരണ നിലയിൽ പിന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കോൺഗ്രസ് നേതാവ് അധികാരമേറ്റ തൊട്ടടുത്ത നിമിഷം വെടിപൊട്ടുന്നതാണ്. ബജറ്റിലും വലിയ വാഗ്ദാനങ്ങളൊന്നുമില്ല, പ്രതീക്ഷകളുണ്ട്. വലിയ വാഗ്ദാനങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ടുണ്ട്. ബജറ്റിനെ കുറിച്ച് നമുക്ക് മറ്റൊരു കാര്യം ചർച്ച ചെയ്യാം, ഇന്ന് തന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാർഖണ്ഡിൽ അടക്കം ഹൈക്കമാൻഡിന് ഒരു നിയന്ത്രണവുമില്ല. അവിടെ ഈ ഹൈക്കമാൻഡ് കോൺഗ്രസിനുള്ളിലെ പരാജയം മറച്ചു വയ്ക്കാനാണോ ഈ സഖ്യകക്ഷികളെ കുറ്റപ്പെടുത്തുന്നത്? നോക്കൂ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എനിക്ക് CPM ഒട്ടും വിശ്വാസമില്ല. അല്ല, CPI-ML അവർ എൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ CPI-MLന്റെ 2 MLA-മാരും RJDയുടെ 1 MLA-യും ഇപ്പോൾ ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ NDA-ക്കൊപ്പം നിന്നു. അതിന് ഞാൻ 2 വശവും പറയാം. CPM അല്ല, CPI-ML ആണ്. അല്ല, അത് തന്നെ. അതിൻ്റെ സാധ്യത ഇല്ലായ്മയും ഞാൻ പറയാം. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന്. സാധ്യത എന്ന് പറയുന്നത് RJDക്ക് കോൺഗ്രസിനോട് കൃത്യമായ വിരോധമുണ്ട്, പിന്നെ JMMനോടും വിരോധമുണ്ട്, JMMന് RJDയോടും വിരോധമുണ്ട്. എന്താ കാരണമെന്ന് ഞാൻ പറയാം. ബീഹാർ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ജാർഖണ്ഡ് അവിടെ നിശ്ചിത സീറ്റുകൾ ചോദിച്ചു, ഇവർ കൊടുത്തില്ല, RJD കൊടുത്തില്ല. കോൺഗ്രസ് അത് ഇടപെട്ട് സംസാരിച്ച് JMMന്, പിന്നെ ബീഹാറിലെ ആദിവാസി മേഖലകളിലാണ് അവർ ചോദിച്ചത്. അവിടെ RJDക്ക് സാധ്യത കുറവാണ്. അപ്പം നിങ്ങൾ ജയിക്കാൻ സാധ്യത കുറവുള്ള സീറ്റുകൾ ഞങ്ങൾക്ക് നൽകൂ, ഞങ്ങളവിടെ ജയിക്കാൻ പരമാവധി ശ്രമിക്കാം എന്നാണ് JMM പറഞ്ഞത്, ഹേമന്ത് സോറൻ പറഞ്ഞത്. അത് സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ അന്ന് തന്നെ നമ്മളിത് ചർച്ച ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഭാരത് ലൈവിൽ തന്നെ ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അന്ന്. പക്ഷേ ഇതൊന്നും നടന്നില്ല, സീറ്റ് കൊടുത്തില്ല. JMM അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ളൊരു അവസ്ഥ വന്നു. അവരേതാണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥാനാർത്ഥികളെ അവർ സ്വന്തമായിട്ട് നിർത്തുകയും ചെയ്തു, പക്ഷെ തോറ്റുപോയി അവിടെ. അതൊന്ന്. രണ്ടാമത് CPI-ML എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് BJPയെ കണ്ണും പൂട്ടി എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് BJPയോട് ഒരു തരത്തിലുള്ള വിധേയത്വവുമില്ല, അടുപ്പവുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ മാവോ വേട്ട നടക്കുന്നു, നക്സൽ വേട്ട നടക്കുന്നു, മാവോയിസ്റ്റ് മുക്ത ഭാരതം ഒക്കെ വരുമ്പോൾ ഇവർക്കും വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇവർ വേണമെങ്കിൽ BJPയോട് ഒരു വിട്ടുവീഴ്ച ചെയ്യാം, ഒരു കോംപ്രമൈസ് എന്നുള്ള ഞങ്ങളുടെ നേതാക്കളെ കേസിൽപ്പെടുത്തരുത്, ഞങ്ങളുടെ നേതാക്കളെ ഒഴിവാക്കി. അങ്ങനെയൊക്കെ അതെ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം നക്സൽ വിമുക്തമാക്കിയെങ്കിലും ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഇവരെ നേതാക്കളെ പൊക്കാം, പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഇവർ ഗൂഢാലോചനയോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഒരു അടുപ്പത്തിൻ്റെ ഈ രാഷ്ട്രീയ പാർട്ടികളാണ്, അതിൻ്റെ പേരിൽ സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് മതി, പൊക്കി അകത്തിടാൻ അത് മതി. അപ്പോൾ അവിടെ അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും CPI-MLും RJDയും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് വോട്ട് ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടുപേർക്കും വോട്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള കാരണങ്ങളുണ്ട്, 2 കാരണങ്ങളുമുണ്ട്, 2 വശമുണ്ട്. പക്ഷെ കോൺഗ്രസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് കോൺഗ്രസ് കുത്തഴിഞ്ഞു നിൽക്കുകയാണ്, 2 കോൺഗ്രസിൻ്റെ ഈ മല്ലികാർജുന ഖാർഗെയുടെ സെക്രട്ടറിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുമ്പോൾ രാജേഷ് ജി ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ മിണ്ടാതിരിക്കുമോ? തീർച്ചയായിട്ടും അവർക്ക് അവരുടെ നാട്ടിലെ ഒരു നേതാവിനെ മത്സരിപ്പിച്ച് അവരുദ്ദേശിക്കുന്ന, ഇപ്പം ഇയാൾ പ്രണവ് ഝാ ഏത് നാട്ടുകാരനാണെന്ന് എനിക്കറിയില്ല, ഞാൻ ജാർഖണ്ഡുകാരനാണോ അല്ലയോ എന്ന് എനിക്ക് വ്യക്തമല്ല, അത് വാർത്തകളിൽ നിന്ന് നമുക്ക് വിവരം കിട്ടുന്നില്ല. ഇരിക്കട്ടെ, എങ്കിലും അവിടുത്തെ കോൺഗ്രസ്സുകാർക്കും അവിടുത്തെ JMMകാർക്കും അവരുടെ നാട്ടിൽ നിന്ന് അവർ താല്പര്യപ്പെടുന്ന ഒരാളിനെ രാജ്യസഭയിൽ എത്തിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഒരു 10 ദിവസം മുമ്പ് ഇന്ത്യ മുന്നണി ഡൽഹിയിൽ യോഗം ചേർന്നപ്പോൾ
രൂക്ഷമായിരുന്ന ജെഎമ്മുമായിട്ടുള്ള തർക്കങ്ങൾ വലിയ കാരണം സ്ഥാനാർത്ഥി ജെഎംഎം അതിന്റെ സ്ഥാനത്തെ പ്രഖ്യാപിച്ചത് കോൺഗ്രസിനോട് ആലോചിക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ കക്ഷിയെ, അതായത് AICC ഓഫീസ് സെക്രട്ടറിയെ പ്രണബ് ഛായ നേരത്തെ തന്നെ അവിടെ കൊണ്ടുവരാൻ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോഴാണ് ജെഎംഎം ഏകപക്ഷീയമായിട്ട് തങ്ങളുടെ സ്ഥാനത്തെ പ്രഖ്യാപിച്ചത്. അല്ലെങ്കിൽ അവിടെ കോൺഗ്രസിന് 2 സീറ്റ് വേണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒന്നിൽ ജെഎംഎമ്മും മറ്റതിൽ കോൺഗ്രസിന്റെ ഈ ഛായും മത്സരിച്ചത്. ജെഎംഎം വ്യക്തമായിട്ട് ജയിക്കുകയും ചെയ്തു. 56-ൽ 28 വോട്ട് വാങ്ങി കൃത്യമായിട്ട് ജയിച്ചു. അടുത്ത 28 വോട്ടിലാണ് പ്രശ്നം വന്നത്. ഈ 28 വോട്ട് കൃത്യമായി വീണോ ഇല്ലയോ എന്നിടത്താണ് ആ ചോദ്യം വന്നത്. അപ്പോൾ അവിടെയാണ് ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്തായാലും ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ NDA ജയിക്കില്ല. അതെ, NDAക്ക് ഉള്ളത് വളരെ നിർണായകമാണ്. അടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി 9 ഈ രാജ്യസഭയിൽ മാത്രമല്ല, ഇതൊരു കേളികൊട്ടാണ്. എങ്ങനെയെന്ന് വെച്ചാൽ JMMന്റെ MP-മാർ ഭാവിയിൽ ആരുടെ കൂടെ നിൽക്കും? അതൊരു ചോദ്യമാണ്. അവരിപ്പോൾ ഇന്ത്യ മുന്നണിയിലാണ്. ഇന്ത്യ മുന്നണി ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മുന്നണിയുടെ തകർച്ച എന്താ പറയുക ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ പ്രാദേശിക കക്ഷികളായ തൃണമൂല് പോയി, പിന്നെ DMK വിട്ടുപോയി, പിന്നെ ഇപ്പോൾ ആകെ ഉള്ളത് അഖിലേഷാണ്. ഈ അഖിലേഷിൻ്റെ നേതൃത്വത്തിലുള്ള MP-മാർ ഒരു പക്ഷേ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് പുറത്തു പോകും എന്ന് കേൾക്കുന്നു. ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കോൺഗ്രസുമായിട്ട് ലയിക്കാൻ നിൽക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ മമതയ്ക്ക് 9 രാജ്യസഭാ MP-മാരിൽ ഏതാണ്ട് 6 പേര് പോയി കഴിഞ്ഞു. ശിവസേനയ്ക്ക് 9 പേരുണ്ടായിരുന്നതിൽ 6 പേര് പോയി, ലോക്സഭ MP-മാർ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവർ ബാക്കിയുള്ളവരെങ്കിലും തങ്ങളോടൊപ്പം പിടിച്ചു നിർത്താൻ, ഈ കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഇവർ പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഇവർ കോൺഗ്രസുമായിട്ട് ലയിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ കോൺഗ്രസുമായിട്ട് ലയിക്കും എന്ന ഒരു പ്രാഥമിക സൂചന കിട്ടിയപ്പോൾ തന്നെ MP-മാർ ചാടി. അവർക്ക് കോൺഗ്രസിലേക്ക് പോകാൻ താല്പര്യമില്ല. കോൺഗ്രസിലേക്ക് പോയിട്ട് എന്ത് നേടാനാണ്? ഒന്നും കിട്ടാനില്ല. അത് അവർക്ക് നന്നായിട്ട് അറിയാം. സമീപകാലത്തെങ്ങും കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ തിരിച്ചു വരില്ല എന്ന് മറ്റാരെക്കാളും ഈ ഡൽഹിയിൽ പാർലമെൻറ്റിൽ MP-മാരായിരിക്കുന്ന, രാജ്യസഭയിൽ MP-മാരായിരിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ആ കോൺഗ്രസുമായിട്ടുള്ള ലയനത്തെ അവർ താല്പര്യപ്പെടുന്നില്ല. അതിന് ഇവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ അമിത്ഷാ എല്ലാവരെയും വിഴുങ്ങും, അമിത്ഷാ എല്ലാവരെയും കൊണ്ടുപോകും എന്നാണ്. BJP പണച്ചാക്കുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്ന്. ഇതിങ്ങനത്തെ അർത്ഥമില്ലാത്ത കുറേ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് സ്വന്തം പല്ലട കുത്തി നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷി. എന്തായാലും നമുക്ക് ഇവിടെ വളരെ കൃത്യമാണ്. ജാർഖണ്ഡിൽ നമ്മൾ ഒരുപാട് നാളൊന്നും കാത്തിരിക്കേണ്ട. ഹേമന്ത് സോറൻ അദ്ദേഹത്തിൻ്റെ MLA-മാരെയും MP-മാരെയും കൊണ്ട് BJP നേതൃത്വം കൊടുക്കുന്ന NDA-യിലേക്ക് വരാനുള്ള സാഹചര്യം വഴി വെട്ടി തുറന്നിരിക്കുകയാണ്. അത് കോൺഗ്രസ് തന്നെയാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്, അതിനൊരു സംശയവുമില്ല. ഇവർക്കെല്ലാം ഈ പാർലമെൻ്ററി വ്യാമോഹം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഈ പാർലമെൻ്ററി മോഹം അതൊരു വല്ലാത്ത കഴുത്തെ ചുറ്റിയ പാമ്പാണ്, നമ്മളെയും കൊണ്ടേ പോവുള്ളൂ. അതുകൊണ്ട് ഹേമന്ത് സോറനും കൂട്ടരും ഈ CPI-ML കാര്യവും RJD-യും പോലും ഒരു പക്ഷേ BJP, RJDക്ക് അവിടെ ഒരു MLA ഉള്ളൂ. ആ MLA കൂറുമാറ്റത്തിന് എങ്ങനെ വരും? അയാൾ നേരെ NDA-യിൽ പോവുകയാണ്. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എന്തായാലും BJP കേന്ദ്രത്തിൽ രാജ്യസഭയിൽ ഏതാണ്ട് 10-നകത്ത്, അതെ, എനിക്ക് തോന്നുന്ന ഒരു 10-12 സീറ്റുകൾ മതിയാവും. ആ ഒരു മാജിക്കൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് അത് അടുത്ത 1-2 ആഴ്ചകൾക്കകം തന്നെ സാധ്യമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും.